Theorem: let V be a finite dimensional vector space over the field F and let T be a linear operator on V, then T is a triangulable if and only if the minimal polynomial for T is a product of linear polynomials over F. ഇവിടെ V എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണ് ഓവർ ദ ഫീൽഡ് എഫ് ആൻഡ് ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ആണ് ഓൺ വി. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് ട്രയാങ്കുലബിൾ ആണെന്ന് പറയണമെങ്കിൽ ദ മിനിമൽ പോളിനോമിയൽ ഫോർ ടി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ പോളിനോമിയൽസ് ഓവർ എഫ് ആയിരിക്കണം. അതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. പ്രൂഫ് നോക്കാം. ലെറ്റ് ഡയമെൻഷണൽ വി എന്ന് പറയുന്നത് n ആണ് എടുക്കുക. സപ്പോസ് ദ മിനിമൽ പോളിനോമിയൽ ഫോർ ടി ഈസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സി വൺ ഓൾ റേസ് ടു ആർ വൺ ഇൻറ്റു എക്സ് മൈനസ് സി ടു ഓൾ റേസ് ടു ആർ ടു എക്സെട്ര എക്സ് മൈനസ് സി കെ ഓൾ റേസ് ടു ആർ കെ. ക്ലെയിം നമുക്ക് ടി ട്രയാങ്കുലബിൾ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി ഹാവ് എ ഫിക്സഡ് ആൻഡ് ഓർഡേർഡ് ബേസിസ് ഫോർ വി ഇൻ വിച്ച് ദ മെട്രിക്സ് ഓഫ് ടി ഈസ് ട്രയാങ്കുലർ. Let W is equal to secant 0 be the zero subspace and W എന്ന് പറയുന്നൊരു പ്രോപ്പർ സബ്സ്പേസ് ഓൺ V ആണ്. അതേപോലെ തന്നെ W is invariant under T ആണ്. Since zero subspace invariant under T. Then by above lemma എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ let V be a finite dimensional vector space over the field F. Let T be a linear operator on V such that the minimal polynomial for T is a product of linear factor P equal to x minus c1 all raised to r1 into x minus c2 all raised to r2 etc. x minus ck all raised to rk c1 in F. അതായത് വി എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് ആണ്. ഇവിടെ ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി ആണ്. സച്ച് ദാറ്റ് ദ മിനിമൽ പോളിനോമിയൽ ഫോർ ടി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടർ പി ഈക്വൽ ടു എക്സ് മൈനസ് സി വൺ ഓൾ റേസ് ടു ആർ വൺ എക്സെട്ര എക്സ് മൈനസ് സി കെ ഓൾ റേസ് ടു ആർ കെ ആണ്. ഇവിടെ ഡബ്ല്യു ബി എ പ്രോപ്പർ സബ്സ്പേസ് ഓഫ് വി വിച്ച് ഇസ് ഇൻവാരിയൻറ്റ് അണ്ടർ ടി. ഡബ്ല്യു എന്ന് പറയുന്നൊരു വീൻ്റെ അകത്തുള്ള പ്രോപ്പർ സബ്സ്പേസ് ആണ്. അതേപോലെ തന്നെ വിച്ച് ഇസ് ഇൻവാരിയൻറ്റ് അണ്ടർ ടി ആണെങ്കിൽ അവിടെ ഒരു ആൽഫ എക്സിസ്റ്റ് ചെയ്യും ഇൻ വിയിൽ സച്ച് ദാറ്റ് ആൽഫ ഈസ് നോട്ട് ഇൻ ഡബ്ല്യു. അതേപോലെ തന്നെ ടി മൈനസ് സി ഐ ഓഫ് ആൽഫ ഈസ് ഇൻ ഡബ്ല്യു ഫോർ സം ക്യാരക്ടറിസ്റ്റിക് വാല്യൂ സി ഓഫ് ദ ഓപ്പറേറ്റർ ടി. Then by above lemma there exists a vector alpha 1 in V which is not in W such that T minus a11 I of alpha 1 belongs to W for some characteristic value a11 of T. And T minus a11 I of alpha 1 belongs to W which implies T minus a11 I of alpha 1 equal to 0. അതായത് W is equal to secant 0 ആയതുകൊണ്ടാണ്. which implies T alpha 1 is equal to a11 alpha 1. Let W1 be the subspace spanned by alpha 1. Since T alpha 1 equal to a11 alpha 1 belongs to W1, then W1 is invariant under T. Then there exists a vector alpha 2 in V which is not in W1 such that T minus a22 I of alpha 2 belongs to W1 for some ക്യാരക്ടറിസ്റ്റിക് വാല്യൂ a22 ഓഫ് ടി. ഇവിടെ W1 എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ് സ്പാൻഡ് ബൈ ആൽഫ 1. അപ്പോൾ നമുക്ക് എന്ത് പറയാ ടി ആൽഫ 1 ഈക്വൽ ടു a11 ആൽഫ 1 എന്ന് പറയുന്നത് W1 ഉണ്ടെന്ന് പറയാം. ദെൻ W1 ഈസ് ഇൻവാരിയൻറ്റ് അണ്ടർ ടി ആണെങ്കിൽ നമുക്ക് മോൾ പറഞ്ഞ ലെമ്മ വെച്ചിട്ട് ഇവിടെ ഒരു ആൽഫ 2 എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം ഇൻ വിയിൽ വിച്ച് ഇസ് നോട്ട് ഇൻ W1 such that T minus a22 I of alpha 2 പറഞ്ഞാൽ W1 ഉണ്ടെന്ന് പറയാം for some characteristic value a22 of T. Then T minus a22 I of alpha 2 belongs to W1 which implies T minus a22 I of alpha 2 equal to a12 alpha 1 for some scalar a12 which implies T alpha 2 minus a22 alpha 2 equal to a12 alpha 1 which implies T alpha 2 equal to a12 alpha 1 plus a22 alpha 2. ഇതേപോലെ തന്നെ ലെറ്റ് W2 എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് സ്പാൻഡ് ബൈ ആൽഫ 1 ആൻഡ് ആൽഫ 2 ആണ്. അങ്ങനെയാണെങ്കിൽ T മൈനസ് a33 I of alpha 3 equal to a13 alpha 1 plus a23 alpha 2 എന്നായിരിക്കും which implies T alpha 3 equal to
a13 alpha 1 plus a23 alpha 2 plus a33 alpha 3. ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് let Wn minus 1 be the subspace spanned by alpha 1, alpha 2, etc. alpha n minus 1. Then Wn minus 1 is invariant under T. അപ്പം എബോവ് ലെമ്മ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാ വെച്ചാൽ അവിടെ ഒരു ആൽഫ n എക്സിസ്റ്റ് ചെയ്യും ഇൻ വിയിൽ വിച്ച് ഇസ് നോട്ട് ഇൻ Wn minus 1 such that T minus a11 T minus a nn I of alpha n belongs to Wn minus 1 for some characteristic value a nn of T. Then T minus a nn I of alpha n belongs to Wn minus 1, which implies T minus a nn I of alpha n equal to a1n alpha 1 plus a2n alpha 2 plus etc. a n minus 1 into n alpha n minus 1, and T alpha n equal to a1 n alpha 1 plus a22 alpha 2 plus etc. a n minus 1 into n alpha n minus 1 plus a n n alpha n എന്ന് പറയാം. Then b equal to alpha 1 alpha 2 etc. alpha n is an ordered basis for which T alpha 1 equal to a11 alpha 1, T alpha 2 equal to a12 alpha 1 plus a22 alpha 2. അങ്ങനെ T alpha 3, T alpha 4 ഒക്കെ എഴുതി etc. T alpha n equal to a1n alpha 1 plus a2n alpha 2 plus etc. a nn alpha n. ഇനി നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ T related to B is equal to a11, a12 etc. a1n, അതുപോലെ 0, a22 etc. a2n, അങ്ങനെ a nn വരെ എഴുതാം. Therefore T is a triangular matrix. ഇനി കോൺവേഴ്സ്ലി ഇപ്പോൾ ടി ട്രയാങ്കുലബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ അത് മിനിമൽ പോളിനോമിയൽ ഫോർ ടി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ പോളിനോമിയൽ ആണ് കാണേണ്ടത്. അപ്പം സപ്പോസ് ദാറ്റ് ടി ഈസ് ട്രയാങ്കുലബിൾ ദെൻ ദർ ഈസ് ആൻ ഓർഡേർഡ് ബേസിസ് ബി ഈസ് ഈക്വൽ ടു സീക്വൻസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ഫോർ വി സച്ച് ദാറ്റ് ടി റിലേറ്റഡ് ടു ബി ഈസ് എ ട്രയാങ്കുലബിൾ വിച്ച് ഈസ് ഈക്വൽ ടു a11 a12 a13 എക്സെട്ര a1n മെട്രിക്സ് ഫോമിലേക്ക് എഴുതാം. Then the characteristic polynomial for T is determinant of xi minus a, which is equal to x minus 1 1 into x minus 1 2 2 into etc. x minus a n n is equal to x minus c1 all raised to r1 into x minus c2 all raised to r2 etc. x minus cn all raised to rn, where ci repeated ri times. Ci belongs to f. Therefore, characteristic polynomial for T is a product of linear polynomial over f. Since the minimal polynomial is a divisor of the characteristic polynomial. By Cayley-Hamiltonian theorem. Cayley-Hamiltonian theorem എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ let T be a linear operator on a finite dimensional vector space V. T എന്ന് പറയുന്ന linear operator ആണ് finite dimensional vector space V യിൽ. If f is the characteristic polynomial for T, then f of T is equal to 0 എന്നാണ് പറയുന്നത്. In other words, the minimal polynomial divide characteristic polynomial for T. Then the minimal polynomial is also a product of linear polynomial over f. Hence the proof.